എവിടെ പോയി കിടക്കണ്? പിങ്കി ഒന്ന് പോയടി. ഒന്ന് എനിക്ക് അത്യാവശ്യം ഇറങ്ങടി. ഞാൻ അങ്ങോട്ട് വന്നോണ്ടില്ല അതിനെ. വേഗം ഇറങ്ങടി. എനിക്ക് പോയിട്ട് എനിക്ക് പുറത്തും പോണം. അമ്മയെ കുറച്ച് സാധനം വാങ്ങിക്കണമെന്നും പറഞ്ഞാണ് എന്റെ അടുത്ത്. പോണെങ്കിൽ ഒന്ന് പോടി. എനിക്ക് എടി ഈ ഒരു കാര്യം കഴിഞ്ഞിട്ടേ പോകാൻ പറ്റൂ. ഒന്ന് വേഗം വാടി. ഇനി ഇവിടെ എന്താ പ്രശ്നമാവും? ഇത് എവിടെ പോയി കിടക്കണത്? വാടി ഇങ്ങോട്ട്. വെച്ചിട്ട് വയ്യ. അടങ്ങ എവിടെ പോയി കിടക്കണോ എന്തോ നാശം. എന്തോ നേടി ഇത്രയും നേരം അവിടെ ഇരുന്നിട്ട്. എന്താ ഓടിച്ചടിക്കണ? വാടി ഇങ്ങോട്ട്. തോർത്ത് കൊണ്ടുപോ. തോർത്ത് ആശം. പിങ്കി എന്റെ പൊന്നു മോളല്ലേ, ഇറങ്ങടി പ്ലീസ്. ഒന്ന് പോയടി. എനിക്ക് അത്യാവശ്യമാടി. വാടിങ്ങോട്ട്. ഇനി നിൽക്കാൻ പറ്റൂല കേട്ടോ എനിക്ക്. ഇങ്ങോട്ട് വാടി. പണ്ടാണ് ഞാൻ കാണിച്ചു തരാടി വന്നിട്ട്. എന്റെ കണ്ണാടി എവിടെയാടി? എന്റെ മൂക്കാടി. എടേ കണ്ണാടി എടുത്താടി. കണ്ണാടി. അയ്യോ കണ്ണൂടടി. കണ്ണാടി താടി. കണ്ണാടി എല്ലടി ഇവിടെ ഇരിക്കണം. മനുഷ്യന് മുട്ടി നിൽക്കുമ്പോഴാണ് അവളെ കണ്ണാടി. മീൻകറി, അത് ഊരിട്ടമ്പലത്തിലെ കുഞ്ഞമ്മ വയ്ക്കണം. ഇതുപോലൊരു മീൻകറി ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. ഹലവലാതി. ആര് കുഞ്ഞമ്മയാ? ഒന്ന് പോവാ പച്ചി. ഒരു ദിവസം ഇവിടെ ഇരിക്കുന്ന കത്തി എടുത്തോണ്ട് പോയി ഒരുത്തിനെങ്ങനെ ഞാൻ കുത്തിയിടും. നീ എന്തോ രാവിലെ തന്നെ കത്തി കുത്ത് കൊലപാതകമൊക്കെ. ആ കാടിന്റെ അടുത്ത് കുറെ അമ്മമാര് നിപ്പുണ്ടല്ലോ, യൂത്തന്മാര്. ഇവിടത്തെ എന്നെ കാണുമ്പോ അവന്മാർക്ക് ചോർച്ചിലാണ്. കാലം ഇത്രയും കടന്നു പോയിട്ട് അവന്മാരെ ഇതുവരെ ഒരു മാറ്റവും വന്നിട്ടില്ല. പോട്ട്, പലരും പലതും പറയും. നീ എന്തെങ്കിലും ശ്രദ്ധിക്കാതെ പോയാ പോരെ? ആഹാ, അങ്ങനെ പലരും പലതും പറയണ്ട. ശ്രദ്ധിക്കണം അവര് പറയുന്നത്. ശരിക്കും അവരെന്താണ് പറഞ്ഞത്? ചില ശബ്ദങ്ങൾ ഉണ്ടാക്കും, എന്നിട്ട് വിളിക്കണ എന്താന്നറിയോ? കാറ്റെന്ന്. കാറ്റാ? ഞാൻ ബോക്സർ ആണെന്നൊക്കെ അവന്മാർക്ക് അറിയാം. പിന്നെ കാണാൻ സൈസ് കുറവാണ് എന്നെ കാറ്റെന്നാണ് വിളിക്കുന്നത്. കാറ്റ് കാറ്റ് കാറ്റ്. അയ്യോ കൊള്ളാം, നല്ല പേര്. ഇടിച്ചിന്റെ മോണിന് ഷേപ്പ് ഞാൻ മാറ്റും. അമ്മ എന്നെ കാണുമ്പോ എന്നൊക്കെയാണ്. പിന്നെ ചിലതൊന്നും എനിക്ക് ഇവിടെ വന്ന് പറയാൻ പറ്റില്ല. ആണാ? എന്നാ പിന്നെ അവന്മാരെ ഒന്ന് കാണണമല്ലോ. എന്റെ പൊന്നു ചിന്നു, വെറുതെ ഓരോന്ന് ഇളക്കി വിടല്ലേ. മണിക്കുട്ടൻ ചേട്ട ഉള്ളതാണ്, അറിയാലോ. ചേട്ട ഇടപെട്ട പ്രശ്നം പിന്നെ വേറെ ലെവലാ. അയ്യോ എന്റെ ദൈവമേ, ഞാൻ ഒന്നും പറഞ്ഞില്ല. നമ്മൾ ഇവിടെ താമസമാക്കിയിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. നമ്മൾ ആരാണ് എന്താണെന്ന് അവന്മാർക്ക് അറിയില്ല. എന്നാലും കൊള്ളാം, നല്ല പേര് കാറ്റ്. നീ എന്റെ വാങ്ങേ. മക്കളെ, നമ്മളെ പോലെ കാണാൻ കൊള്ളാവുന്ന കുട്ടികളെ കാണുമ്പോൾ പയ്യന്മാരെ ചിലത് പറയും. ചിലതൊക്കെ നമ്മളെ സ്പോർട്സ്മാൻ സ്പിരിറ്റിലെടുത്ത് കളയണം. നമ്മളെ പോലെയുള്ള കുട്ടികളാ. എന്ത് ഇങ്ങനെ കണ്ട എന്റെ പ്രായം തോന്നുന്നു? ഞാൻ നീ കൂടെ നടന്നാലേ ചേച്ചി അനിയത്തിയെന്നേ പറയുള്ളൂ. കൊള്ളാം. നമ്മളിവിടെ താമസിക്കാൻ വന്നപ്പോഴേ അപ്പുറത്തെ വീട്ടിലെ സ്റ്റെല്ല ചേച്ചി ചോദിക്കുകയാണ് ഇവിടെ എന്റെ അനിയത്തിയാണോന്ന്. ഞാൻ എന്റെ മൂത്ത മോളാന്ന് പറഞ്ഞപ്പോഴേ താടിയിൽ കൈയൊക്കെ വെച്ചിട്ട് തന്നെയാണെന്ന്. അയ്യോ തന്നെ, നമ്മളാരും കേട്ടില്ലല്ലോ. എന്നിട്ട് അയ്യോ അയ്യോ, തൊള്ളാണെങ്കിൽ കേൾക്കാൻ നല്ല സുഖമുണ്ട്. മക്കളെ വിഷമിക്കണ്ടടി, നമുക്ക് ശരിയാക്കാം. കാറ്റ് കാറ്റ് കൊള്ളാം. അയ്യോ കാറ്റ്
അവളെ കാറ്റും തല്ലു വാങ്ങിച്ചു കൂട്ടും കേട്ടോ. പാപ്പച്ചി നല്ല പേര് കാറ്റ് കാറ്റ് ഉരുളയ്ക്കു പേര്